ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും നമുക്ക് ദൈവവചനമായിരിക്കാൻ ഇടയായതോർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ രാത്രിയിൽ വെളിപ്പാട് പുസ്തകം 16-ന്റെ 17-ഉം 18-ഉം വാക്യങ്ങളാണ് നാം വായിച്ചത്. ഏഴാം നൂത്തവൻ തൻ്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്നൊരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. മിന്നലും നാദവും ഇടിമുഴക്കവും വലിയ ഭൂകമ്പവും ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നാം അതുവരെ ചിന്തിപ്പാനായിട്ടിടയായിത്തീർന്നു. അവിടെ ഉണ്ടായത് സ്തോത്രം മിന്നൽ, നാദം, ഇടിമുഴക്കം. ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകുന്നതിനെക്കുറിച്ചും വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിനെക്കുറിച്ചും ഒക്കെ നാം ചിന്തിപ്പാനായിട്ടിടയായിത്തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി നാം ചിന്തിച്ചു, ഇസ്രായേലിൽ 2/3 അംശം നശിക്കുമെന്നും ഇളകാത്ത രാജ്യം ദൈവം സ്ഥാപിക്കുന്നതുകൊണ്ട് ഇന്ന് കാണുന്നതെല്ലാം ഇളക്കമുണ്ടാകുമെന്നും ചിന്തിപ്പാനിടയായിത്തീർന്നു. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് വരാം. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു, ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. മഹാനഗരം 3 അംശമായി പിരിഞ്ഞു. ആ ഭൂകമ്പം, അന്നുണ്ടായ ഭൂകമ്പം അതുവരെയും ഇതുപോലൊരു ഭൂകമ്പം ഉണ്ടായില്ല. എല്ലാ താഴ്വരയും അവിടെ നികന്നു വരത്തക്ക രീതിയിൽ സ്തോത്രം അവിടെ ഉണ്ടാകും. 3-ൽ അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? യെരൂശലേം നഗരം, മഹാനഗരം 3 അംശമായി പിരിഞ്ഞു പോകും. സ്തോത്രം. നമ്മുടെ കർത്താവ് അക്ഷരാർത്ഥത്തിൽ യെരൂശലേമിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടുമ്പോൾ സ്തോത്രം അത് 2ആയി പിളർന്നു പോകുമെന്നൊക്കെ നാം സക്രിയ പ്രവചനത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നാം ഒത്തു പഠിക്കുമ്പോൾ ഈ പ്രവചനങ്ങളുടെ നിവൃത്തി നമുക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ആ ദേശം, യെരൂശലേം നഗരം 3 അംശമായി പിരിഞ്ഞു പോകുന്ന അനുഭവം. ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. ചുറ്റുപാടുമുള്ള ദേശത്തെ ജാതികളുടെ പട്ടണങ്ങളും വീണുപോയി. അടുത്തത്, ദൈവകോപത്തിന്റെ ക്രോധമധ്യമുള്ള പാത്രം മഹാബാബിലോന് കൊടുക്കേണ്ടതിന് അവളെ ദൈവസന്നിധിയിൽ ഓർത്തു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അടുത്ത 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം മർമ്മം മഹദിയാം ബാബിലോണും അക്ഷരീക ബാബിലോണുമുണ്ട്. അത് മനസ്സിലാകാൻ അല്പം പ്രയാസമാണ്. മർമ്മം മഹദിയാം ബാബിലോൺ സകല വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു മർമ്മമാണ്. എന്നാൽ സ്തോത്രം അക്ഷരീകമായ ബാബിലോണുമുണ്ട്. ഇവിടെ ഈ എഴുതിയിരിക്കുന്നത് സ്തോത്രം ദൈവകോപത്തിൻ്റെ ക്രോധമധ്യം പാത്രം മഹാബാബേലിന് കൊടുക്കേണ്ടതിന് ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? ദൈവസന്നിധിയിൽ ഓർത്തു. ദൈവത്തോട് പാപം ചെയ്തവരെ ദൈവം ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവത്തോട് പാപം ചെയ്തവരെ ശിക്ഷിക്കാതെ വിടുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഓർത്തത്. ഹല്ലേലൂയ. ദൈവം ചില കാര്യങ്ങൾ ഓർത്തു വെക്കാറുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളും തീയ കാര്യങ്ങളും അവൻ ഓർത്തു വെക്കും. ദൈവത്തിൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം അവൻ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല എന്ന് എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. നമ്മൾ പഴയമത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ സ്തോത്രം അവരെ പിറകിൽ നിന്ന് ആക്രമിച്ച അമാലേക്യർ എന്ന് പറയുന്നൊരു കൂട്ടം. അപ്പോൾ സ്തോത്രം അമാലേക്യർ ചെയ്തത് ദൈവം കുറിച്ചു വെച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് അത് ഓർത്തു വെക്കും. ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓർത്തു വെക്കും. ശൗലിൻ്റെ രാജ്യത്വം നഷ്ടപ്പെടാനുള്ള കാരണം അമാലേക്കിനെ നിഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവനവരെ കൊല്ലുവാൻ തുനിഞ്ഞില്ല. തടിച്ചതിനെയും കൊഴുത്തതിനെയും ഒക്കെ അവൻ രക്ഷിപ്പാനായിട്ടിടയായി തീർന്നു. കാരണം ഇസ്രായേൽ ദൈവജനത്തോട് ചെയ്ത കാര്യം അവൻ കുറിച്ചു വെച്ചിരുന്നു. സ്തോത്രം. ഇവിടെയും 2 അർത്ഥമുണ്ട്. മർമ്മം മഹദിയാം ബാബിലോൺ ദൈവമക്കൾക്ക് ചെയ്ത കാര്യവും ആ രാജ്യത്ത് അക്ഷരീകമായ രാജ്യത്തിൻ്റെ കാര്യവും ദൈവം ഓർത്തു. അപ്പോൾ ബാബേലിനെയും ന്യായം വിധിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയായ കാര്യമാണ്. ബാബേലിനെയും ന്യായം വിധിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയായ കാര്യമായതുകൊണ്ട് സ്തോത്രം ദൈവം അത് ഓർത്തു. ന്യായവിധി ഓർത്തു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല കുടുംബങ്ങളും നശിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ
നമ്മൾ കാണുന്ന ആളുകൾ നല്ലവരാ, പക്ഷേ അവരുടെ ഫോർ ഫാദേഴ്സ്, അതിനു മുമ്പുള്ള തലമുറ ചെയ്തതിൻ്റെതായ അകൃത്യം ദൈവമായ കർത്താവ് ഓർത്തു വെപ്പാനിടയായിത്തീരും. ദൈവമായ കർത്താവ് കുറിച്ചു വെപ്പാനിടയായിത്തീരും. അത് തലമുറകളുടെ മേൽ കണക്കിടാനിടയായിത്തീരും. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഒരുവൻ ക്രിസ്തുയേശുവിലായാൽ, കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവവൈതലായി തീർന്നാൽ ദൈവം അത് ഓർക്കത്തില്ല. കാരണം തിരുവചനം ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല എന്ന് പറയുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സ്തോത്രം. നാം ഇവിടെ വായിക്കുമ്പോൾ അവരെ മഹാബാബേലിനെ ഓർത്തു. അടുത്ത വാക്യം, സകല ദ്വീപും ഓടിപ്പോയി, സകല ദ്വീപ് ഓടിപ്പോയി. മലകൾ കാണാതില്ല. കാരണം ഈ ഭൂകമ്പം വന്നപ്പോഴത്തേക്കുണ്ടല്ലോ, സ്തോത്രം, ഹല്ലേലൂയ, ഈ സമുദ്രത്തിൽ കിടക്കുന്ന ദ്വീപുകളെല്ലാം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ആഫ്രിക്കൻ പായൽ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന പോലെ ഉള്ളൊരു അനുഭവമാണ്. ഭൂകമ്പം വന്നപ്പോൾ, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ അതെല്ലാം ഓടിപ്പോകും. സ്തോത്രം. കപ്പൽ ഓടിപ്പോകുന്നത് പോലെ ഈ ദ്വീപുകൾ ഓടിപ്പോകും. ദൈവവചനത്തിന് മാറ്റമില്ലാത്ത കാര്യമാണ്. ദൈവവചനത്തിന് മാറ്റമില്ല. സ്തോത്രം. തിരുവചനം എഴുതിയിരിക്കുകയാണ്, സ്തോത്രം, സകല ദ്വീപും എന്ത് ചെയ്യും? ഓടിപ്പോയി. മലകൾ കാണാനില്ലാതെയായി. ഭൂകമ്പത്തിൽ സകല മലകളും വീഴും. സകല മലകളും, സ്തോത്രം, നിരപ്പാകാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി വന്നപ്പോഴത്തേക്ക് സകലതും നിരപ്പാകാനിടയായി തീർന്നു. സ്തോത്രം. അടുത്തത്, താലന്തോളം ഖനമുള്ള കല്ലായി വലിയ കന്മഴ ആകാശത്ത് നിന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവകോപം ചൊരിയുമ്പോൾ താലന്തുകളോളം വലിപ്പമുള്ള കല്ല്. എസെക്കിയേൽ സാറ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, 1960 ആ കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലും വലിയ കല്ലുകൾ വീണെന്ന് നമ്മൾ കണ്ടിട്ടില്ല, പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. താലന്തോളം വലിയ വലിപ്പമുള്ള കല്ലുകൾ വീഴുവാനിടയായി തീർന്നു. ഇത് അങ്ങനെയല്ല, ദൈവകോപം ചൊരിയുമ്പോൾ സ്പെഷ്യലായി ദൈവം അയക്കുന്ന ചില കൽമഴകൾ. ഹല്ലേലൂയ. വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ മഴയ്ക്ക് നമ്മളിവിടെ ആലിപ്പഴമെന്നൊക്കെ പറയുമ്പോൾ, സ്തോത്രം, ആ ഒരു ചിന്തയിലുള്ളതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാൽ ഞാൻ 1.5 ഇഞ്ച് മിറ്റിലിനോളം ഉള്ള ഐസ് കട്ട വീഴുന്ന കണ്ടിട്ടുണ്ട്. പടുപടുവോന്ന് വീഴും. നമ്മൾ പുറത്ത് നിന്നാൽ മുറിവേക്കും. ചില കാറുകളുടെ ചില്ലുകളൊക്കെ പൊട്ടും പുറന്ന് കിടന്നാൽ. അതുപോലത്തേത് കണ്ടിട്ടുണ്ട്. കാരണം ആദ്യത്തെ മഴ പെയ്യുന്ന സമയങ്ങളിൽ കൽമഴ പോലെ തന്നെ ഐസ് വീഴുന്നത്. ഐസ് വീഴുക എന്ന് പറഞ്ഞാൽ, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഐസ് വീഴുക എന്ന് വെച്ചാൽ നൂല് പോലെയാണ്, മൂടൽമഞ്ഞ് പോലെ വന്നിട്ട് ഐസ് അങ്ങ് പെയ്യുക. എന്നാൽ ഇവിടെ കല്ലായിട്ട്, നമ്മുടെ കേരളത്തിൽ ഹരിയാനയിൽ പഞ്ചാബിൽ ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, വലിയ 1.5 ഇഞ്ച് 2 ഇഞ്ച് കനമുള്ള മിറ്റിലിൻ്റെ പോലത്തെ കല്ലുകൾ. ഇവിടെ അതല്ല, വലിയ വലിപ്പമുള്ള കല്ലുകളാണ് ദൈവകോപത്താൽ ദേശത്തിൻ്റെ മേൽ ചൊരിയപ്പെടുക. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എതിർ ക്രിസ്തുവാണ് ഭരിക്കുന്നത്. കർത്താവിന് എതിരായി നിൽക്കുന്നവർ, അവൻ്റെ അനുയായികൾ, അവരാണ് ഭരിക്കുന്നത്. അവരെ ന്യായം വിധിപ്പാൻ ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണിത്. സ്തോത്രം. ദൈവത്തിന് കൽപ്പിച്ചാൽ എന്ത് കാര്യവും ചെയ്യാം. ദൈവം അവർ ചെയ്ത കാര്യമാണിത്. വായിച്ചോളെ. വലിയ കന്മഴ ആകാശത്ത് നിന്ന് മനുഷ്യരുടെ മേൽ പെയ്തു. കന്മഴയുടെ ബാധ ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. സ്തോത്രം. ഇത്രയും വലിയ ബാധ വന്നിട്ടും ദൈവത്തെ ഒന്ന് സ്തുതിക്കാനോ ഏറ്റുപറയാനോ മനുഷ്യന് കഴിയുന്നില്ല. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കുറവ് വന്നാൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെന്ന് ഏറ്റുപറഞ്ഞാൽ അവൻ നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്ന ദൈവമാണ്. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന ദൈവമാണ്. ഏതെങ്കിലും അബദ്ധമോ തെറ്റോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ കർത്താവിൻ്റെ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം. വേറെ ആരുടെയും മധ്യസ്ഥതയുടെ ആവശ്യമില്ല. നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാനായിട്ടിടയായിത്തീരും. അവൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് അടുത്ത് ചെല്ലുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇവർ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ടും ദൈവത്തെ എന്ത് ചെയ്യുക? ദുഷിക്കുക. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണമേ, ദൈവം എങ്ങനെ ക്ഷമിപ്പാനിടയായിത്തീരും? ദൈവത്തെ അവർ ദുഷിക്കുക. ഇത്രയും വലിയ പ്രശ്നമുണ്ടായിട്ടും ദൈവത്തെ അവർ ദുഷിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം.
ഹല്ലേലൂയ. അവര് മാനസാന്തരപ്പെട്ടില്ല. അവ വായിച്ച നമ്മള് ഏറ്റവും വലുതാകൊണ്ട് മനുഷ്യർ ആ ബാധ നിമിത്തം ദൈവത്തെ ദുഷിച്ചു. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം, ഇവിടെ എഴുതിയിരിക്കുന്നത് സ്തോത്രം മർമ്മം മഗതിയാം ബാബിലോണിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. 17-ാം അധ്യായം 18-ാം അധ്യായം അക്ഷരീകമായ ബാബിലോണാണ്. അക്ഷരീകം എന്ന് വെച്ചാൽ ദേശമായിട്ടുള്ള ബാബിലോൺ. മറ്റേ എന്ന് പറയുമ്പോൾ സ്തോത്രം ആത്മീയമായ നാമധേയ സഭ, നാമധേയ സംഘം, അതാണ് സ്തോത്രം സകല മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് പറയുന്നത്. ഇന്നും ഞാൻ പറയട്ടെ, ഞാൻ പലപ്പോഴും ഓർപ്പിക്കാറുള്ളത് പോലെ വിഗ്രഹാരാധനയും അങ്ങനെയുള്ള ക്രിസ്ത്യൻ സമൂഹങ്ങളിലെ ദൈവം വെറുക്കുന്ന പാപമാത്. വിഗ്രഹാരാധനയും വിഗ്രഹങ്ങളെ ആരാധിക്കുകയും കർത്താവിനോടുള്ള ഏകാഗ്രതയും വിട്ട് പോകുന്ന ആ അനുഭവത്തെക്കുറിച്ചാണ് മഹാദോഷം, വേശ്യാവൃത്തി എന്നൊക്കെ എഴുതാൻ കാരണം. അതാണ് മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പറയുന്നത്. ഈ മർമ്മം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മർമ്മ ചികിത്സകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വേദപുസ്തകത്തിൽ പൗലോസ്ലിഹ പറയുന്നൊരു മർമ്മമുണ്ട്. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അങ്ങനെ ഒരു മർമ്മം പറയുന്നുണ്ട്. പൗലോസ് പറയുകയാണ്, ഒരു മർമ്മമാണ്, ആർക്കും മനസ്സിലാകാത്തൊരു കാര്യമാണ്. കാരണം ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാകളനാദത്തിങ്കൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അതൊരു മർമ്മമാണ്. എന്ന് വെച്ചാൽ ആർക്കും മനസ്സിലാകാത്ത കാര്യമാണ്. പഴയ നിയമ വിശുദ്ധന്മാർക്കും മനസ്സിലായില്ല, മറ്റുള്ള ആളുകൾക്കും മനസ്സിലായില്ല, പത്രോസിനും മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല ഈ ഒരു മർമ്മം. സ്തോത്രം. പക്ഷെ പൗലൂസ് പറയുകയാണ്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ദൈവം അവനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. സ്തോത്രം. ഇവിടെ പറയുന്ന മർമ്മം എന്ന് പറയുമ്പോൾ മഹതിയാം ബാബിലോൺ, മർമ്മം മഹതിയാം ബാബിലോൺ, അത് വായിക്കാനും ഗ്രഹിക്കാനും ഒക്കെ അല്പം പ്രയാസമുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ YSKL സാറിൻ്റെ പുസ്തകം ലഭിച്ചാൽ അതൊന്നെടുത്ത് വായിച്ചാൽ നമുക്കിതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കും. സ്തോത്രം. ഇത് റെക്കോർഡ് ചെയ്തു പോകുന്നതുകൊണ്ട് പലതും എനിക്ക് പച്ചയായി പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ സത്യാരാധന വിട്ട് കാണിക്കുന്നതിൻ്റെ കാര്യങ്ങളെല്ലാമാണ് മ്ലേച്ഛത എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം, വെളിപ്പാട് പുസ്തകം 14:18 പറയുന്നതിൻ്റെ നിവൃത്തി, അക്ഷരീകമായ നിവൃത്തിയാണ് 17-ാം അധ്യായവും 18-ാമത്തെ അധ്യായവും. വെളിപ്പാട് 14:18. സ്തോത്രം. ഹല്ലേലൂയ. അധികാരമുള്ള വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ടു മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരുന്നവനോട്, മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ച് അവൻ എന്ത് ചെയ്യുകയാണ്? സ്തോത്രം. ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച് മുന്തിരിവള്ളിയുടെ കുല അറുക്കുക. മൂർച്ചയുള്ള കോങ്കത്തി അയച്ച്. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ കരത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ന്യായം വിധിക്കുന്ന ദൈവമാണ്. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും ചിന്തിച്ചു, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിപ്പാനിടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, സ്തോത്രം, ആ കോൺകത്തി പിടിച്ചിരിക്കുകയാണ്. ന്യായവിധിയുടെ കരം, ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരം വെളിപ്പെടുകയാണ്. അതാണ് 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഈ പുസ്തകത്തിൽ ചില കാര്യങ്ങൾ ക്രമമായിട്ടല്ല വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരധ്യായം കഴിഞ്ഞ ഒരധ്യായം എന്ന് പറയുമ്പോൾ, സ്തോത്രം, എഴുത്തുകാരുടെ അഭിപ്രായത്തിൽ 17ഉം 18ഉം അധ്യായം 16-ാം അധ്യായത്തിന് മുമ്പ് വരേണ്ടതാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ 16-ൽ പറഞ്ഞിരിക്കുന്നതിന് ശേഷം അന്ത്യക്രിസ്തുവിനെ നശിപ്പിക്കാൻ നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകും. അതുകൊണ്ട് അങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്തോത്രം, ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാരണം അന്ത്യക്രിസ്തുവിനെ നശിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് നശിപ്പിക്കുമെന്നുള്ള കാര്യം പൂർണ്ണമായി നമ്മൾ അറിയണം. പിശാചൻ ഇപ്പോഴും അറിയാം അവനെ നശിപ്പിക്കപ്പെടുമെന്നും
കർത്താവിലെ ഗദരദേശ ഭൂതഗതൻ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവിനോട് പറയുന്ന കാര്യമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളെ പാതാളത്തിലേക്ക് അയക്കരുത്. മറ്റൊരുത്തൻ പറഞ്ഞു, സ്തോത്രം, ഹല്ലേലൂയ, നീ ആരാണെന്നുള്ള കാര്യം എനിക്കറിയാം. സ്തോത്രം, നീ ദൈവപുത്രനാണെന്നുള്ള കാര്യം അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ഇതെല്ലാം സ്തോത്രം പിശാചിനറിയാം. അവൻ്റെ സമയം അടുത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തിലേക്ക് വരുന്ന ആളുകളുമുണ്ട്, സുവിശേഷത്തിലേക്ക് വരാതിരിക്കാൻ തടയപ്പെടുന്ന ആളുകളുമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. 17-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ വായിച്ചാട്ട് മോളെ. പിന്നെ 7 കലശമുള്ള 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് സംസാരിച്ചു, വരിക, ഭൂമിയിലെ രാജാക്കന്മാരോട് വേശ്യാവൃത്തി ചെയ്ത് തന്റെ വേശ്യാവൃത്തിയുടെ മദ്യത്താൽ ഭൂവാസികളെ മത്തരാക്കിയവളായി പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാം. മഹാവേശ്യയുടെ ന്യായവിധി ഇവിടെ എഴുതാൻ കാരണം എന്താ? ഇപ്പൊ ആളുകൾ കളിയായിട്ടാണ് ചിന്തിക്കുന്നത്. വിഗ്രഹാരാധനയും പ്രാർത്ഥനയുടെ ഇടയിൽ തന്നെ ചിലരോട് പ്രാർത്ഥിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത് ദൈവത്തിന് വെറുപ്പായ കാര്യമാണ്. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. ഒരു ഭാഗത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കും, മറുഭാഗത്ത് സ്ലീഹന്മാരോട് പ്രാർത്ഥിക്കും, മറുഭാഗത്ത് വിശുദ്ധന്മാരുടെ കല്ലറയ്ക്ക് മുമ്പിൽ ചുറ്റിക്കറങ്ങും. ഇതെല്ലാം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. സ്തോത്രം. കുറേ കഴിയുമ്പോൾ പുത്തൻകുരിശിലും ആളുകൾ എഴുന്നള്ളാൻ തുടങ്ങും. അവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയും. കാരണം നമ്മൾ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ സർപ്പം ഉപായത്താൽ ഹവ്വായെ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുകളയേണ്ടതിന് ചതിക്കുന്ന അനുഭവം. കാരണം ഇപ്പോൾ ക്രിസ്തുവിനെയല്ല ആളുകൾക്ക് വേണ്ടിയത്. ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് ഒരു പള്ളികളുമില്ല. ഞാൻ കേട്ടിട്ടില്ല യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ. സ്തോത്രം. ഉണ്ണിയേശുവിൻ്റെ അങ്ങനെ കണ്ടുകൊണ്ടോയെന്നറിയത്തില്ല. കാരണം എല്ലാ പള്ളികളുടെയും നാമം വേറൊരു നാമമാണ്. നമ്മളൊന്ന് ചിന്തിച്ചേ, എല്ലാ പള്ളികളുടെയും നാമം വേറൊരു നാമമാണ്. സ്തോത്രം, ഹല്ലേലൂയ. നമ്മളറിയണം, എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിൻ്റെ നാമമാണ്. എല്ലാ നാമത്തിനും മേലായ നാമം യേശുവിൻ്റെ നാമമാണ്. ആ നാമത്തിലല്ല ഇന്ന് അനേകയിടത്തും പോകുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അനേക ഇടങ്ങളിലും പോകുമ്പോൾ സ്തോത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യേശുവിനല്ല അവിടെ പ്രാധാന്യം. യേശുവിനേക്കാൾ ഉപരിയായി, അല്ലെങ്കിൽ ഓരോ നാമധേയമായുള്ള ആരാധനാലയങ്ങൾ നമ്മളൊന്ന് ചെന്ന് നോക്ക്. യേശുവിനല്ല അവിടെ പ്രാധാന്യം. സ്തോത്രം. യേശുവിനേക്കാൾ ഉപരിയായി സ്തോത്രം, ഹല്ലേലൂയ, മറ്റ് പലതിനെയുമാണ് ആരാധിക്കുന്നത്. അത് സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ അത് മ്ലേച്ഛതയാണ്, വേശ്യാവൃത്തിയാണ്. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പോൾ അതങ്ങനെ പറയുന്നത്. സ്വർഗത്തിലെ ദൈവം നോക്കുമ്പം ദൈവത്തിന് അങ്ങനെയാണ്. ക്രിസ്തു എന്ന ഏകപുരുഷനോടാണ് ബന്ധം. അവനവൻ്റെ ഭാര്യമാർ ഭർത്താക്കന്മാരോട് പറയാതെ മറ്റുള്ളവരോട് പലതും പറഞ്ഞ് അങ്ങനെ പോകുന്നത് ഭർത്താവ് അറിഞ്ഞു കഴിയുമ്പോൾ അതിനെന്തൊരു പ്രയാസം ഉണ്ടാകും. കാരണം ഭർത്താവിനോടൊരു ഏകാഗ്രത വേണം, അല്ലാതെ മറ്റു പുരുഷന്മാരോടല്ല നമ്മുടെ ഏകാഗ്രത. നമ്മളെ ക്രിസ്തുവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതുകൊണ്ട് ക്രിസ്തു എന്ന ഏകപുരുഷനുമായിട്ട് മാത്രമാണ് നമുക്ക് ബന്ധമുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് ലഭിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും യേശുവിനെ മാത്രം നാം ഉയർത്തുന്നതിൻ്റെ കാര്യം അതാണ്. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ്. യേശുവിൻ്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. യേശുവിൻ്റെ മുമ്പിൽ എല്ലാ നാവും യേശു കർത്താവ് ഏറ്റുപറയേണ്ടി വരും. ഹല്ലേലൂയ. ഒരുത്തരും ഇന്ന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു മധ്യസ്ഥന്മാരും നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയോ നമ്മളോടൊപ്പം ന്യായാസനത്തിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ വരികയെന്നില്ല എന്നുള്ളൊരു സത്യം ഇന്ന് രാത്രി ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഘോഷിക്കുക. ഒരുത്തരും വരത്തില്ല. ഇന്ന് ആളുകൾ വിശ്വസിക്കുന്ന, ഇന്ന് ആളുകൾ പ്രാർത്ഥിക്കുമെന്ന് കരുതുന്ന ഒരുത്തർക്കും അത് ചെയ്യാൻ കഴിയത്തില്ല. കാരണം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥനല്ലാതെ വേറൊരു മധ്യസ്ഥൻ ഇല്ലവേ ഇല്ല. അത് നമ്മളും സമുദായങ്ങളും കൂടെ ഉണ്ടാക്കുന്നൊരു പരിപാടിയാണ് അത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു പരിപാടിയാണ്, പണത്തിന് വേണ്ടിയുള്ള പരിപാടിയാണ്. ഇപ്പം നമ്മുടെ ഇടയിലും ചില ആളുകൾ പറയും, പണം അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹത്തെ ഞാൻ ശാസിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇടുന്ന ആളുകളുണ്ട്.
ചില ആളുകൾ. പിന്നെ എൻ്റെ ഇതൊക്കെ വരുന്നുണ്ട്, ഞാൻ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള വിശ്വാസം കൂടെ നമ്മുടെ പോകാതിരിക്കാൻ വേണ്ടി ഇടാത്തത്. സ്തോത്രം. അതും തെറ്റാ. ആളുകൾക്ക് നിർബന്ധമായി പണം കൊടുക്കണമെന്നും അനുഗ്രഹത്തിന് വേണ്ടി പണം കൊടുക്കണമെന്നും ഏതെങ്കിലും പെന്തക്കോസ്ത് സഭകൾ പറഞ്ഞാൽ അതും തെറ്റായ കാര്യമാണ്. അങ്ങനെ പറഞ്ഞാൽ ചില ആളുകൾ നല്ല നാണയമുള്ളപ്പോൾ കള്ളനാണയങ്ങളുമുണ്ട്. ആത്മീയ ലോകത്തിൽ ഒത്തിരി കള്ളനാണയങ്ങളുണ്ട്. സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയ ലോകത്തുമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം. അതുകൊണ്ടാണ് ഇപ്പൊ വായിച്ച വാക്യം വായിച്ച നമ്മൾ പെരുവെള്ളത്തിന്മീതെ ഇരിക്കുന്ന മഹാവേശ്യയുടെ ന്യായവിധി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. മഹാവേശ്യ എന്ന് പറയുമ്പോൾ മർമ്മം മഹതിയാം ബാബിലോൺ ആത്മീയത്തിൻ്റെ ഒരു കാര്യമാണ്. ആത്മീയ കാര്യം പറഞ്ഞുകൊണ്ടുള്ള അവരെ കർത്താവ് ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? ഇത് മനസ്സിലാക്കാൻ വല്ല ഇതുണ്ടോ? കർത്താവ് ഒരിക്കൽ പറഞ്ഞ് കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്തോത്രം. ഈ കർത്താവിനെ കൂടാതെ വിഗ്രഹാരാധന നടത്തുന്ന ആത്മീയമായി എന്ന് പറയുന്ന നേതൃത്വത്തെയാണ് ദൈവം തമ്പുരാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കൃപയാൽ നമ്മുടെ കണ്ണ് തുറന്നതോർത്തത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഒരു കാലത്ത് നമ്മളും ഇങ്ങനെയൊക്കെ നടന്നതാ. സ്തോത്രം. നമ്മളല്ല ഇതിന് ഉത്തരവാദി. ഇതിനിപ്പോൾ ആരെങ്കിലും പരാതി പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. ആഗോള തലത്തിൽ എല്ലായിടത്തും എഴുതിയിരിക്കുന്ന കാര്യമായത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ കാര്യമല്ല. അവരവരുടെ പുസ്തകത്തിൽ അതെടുത്ത് വായിച്ചു നോക്കണം. എത്യോപ്യക്കാരൻ ഷണ്ണം പറഞ്ഞ പോലെ പൊരുളറിയത്തില്ലെങ്കിൽ പൊരുളറിയാവുന്നവരോട് ചോദിക്കണം അതിൻ്റെ സത്യം എന്താണെന്ന്. അത് ചോദിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചോ മോളെ. അവൻ എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഈ ബാബിലോണിനെ കുറിച്ച് അക്ഷരാർത്ഥത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് ബൈബിളിൽ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 6 മുതലുള്ള വാക്യം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 6 മുതൽ. കൂശ്, മിസ്രയും, പൂത്ത്. ഇവിടെ ഒരു വംശാവലി പറഞ്ഞിട്ട് പറയുകയാണ്. നമുക്കറിയാം നോഹയുടെ മക്കളാണ് ഷേം, ഹാം, യാഫത്ത്. അപ്പോൾ സ്തോത്രം. ഈ ബാബേൽ വരുമ്പോൾ സ്തോത്രം ഹാമിന്റെ പുത്രന്മാർ വായിച്ചോ. കൂശ്, മിസ്രയും, പൂത്ത്, കനാൻ. കൂശിന്റെ പുത്രന്മാർ സെബ, ഹവീല, സബ്ദ, രാമ, സബ്തേക്ക്. രാമയുടെ പുത്രന്മാർ ഷേബയും ദേദാനും. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. സ്തോത്രം. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. ഈ നിമ്രോദാണ് ആദ്യത്തെ നായാട്ട് വീരൻ എന്ന് പറയുന്നത്. നിമ്രോദാണ്. സ്തോത്രം. നിമ്രോദിൻ്റെ ആരംഭം. നിമ്രോദ് എന്ന് പറയുമ്പോൾ ആരും നിമ്രോദ് എന്ന ആളുകൾക്ക് പേരിടരുത് കേട്ടോ. സ്തോത്രം. അവൻ ദൈവത്തിനെതിരായി ദൈവത്തിന് മുമ്പായി നിന്ന സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം മത്സരിക്കുന്നവനായിരുന്നു. സ്തോത്രം. അവൻ്റെ രാജ്യമാണ് ബാബേൽ എന്ന് വരുന്നത്. 10-6 വരെ വായിച്ചു നമ്മൾ. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷീനാർ ദേശത്ത്. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ഷീനാർ ദേശം, ഇന്നത്തെ ഇറാഖ്. ഷീനാർ ദേശത്ത് ബാബേൽ, ഏരക്, ആഗാദ്, കൽനെ എന്നിവയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ബാബേൽ എന്ന് പറയുമ്പോൾ അതിന്റെ ആരംഭത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സ്തോത്രം. ഇത് അക്ഷരികമായ ബാബേൽ, ഷീനാർ ദേശം, ബാബേല്. സ്തോത്രം ഹല്ലേലൂയ. അവൻ്റെ ദേശത്തെക്കുറിച്ച് പറയുന്നതാണത്, അക്ഷരികമായ ദേശം. സ്തോത്രം ഹല്ലേലൂയ. ഈ ഉൽപ്പത്തി പുസ്തകം ബാബേലിൻ്റെ കുറിച്ച് പറയുന്നുണ്ട്. കലക്കം എന്ന് വെച്ചാൽ ഭാഷ കലങ്ങിയത് ഈ ബാബേലിൽ വെച്ചാണ്. നിമ്രോദിൻ്റെ നേതൃത്വത്തിൽ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ സ്തോത്രം ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്നത്തെ ഭാഷ കലങ്ങിക്കൊണ്ടുള്ള ബുദ്ധിമുട്ട്. നമ്മുടെ ഇന്ന് ഈ ഭാഷ കലങ്ങിയില്ലായിരുന്നേ ആരും OET പഠിക്കണ്ട, IELTS പഠിക്കണ്ട, ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. ഈ ഭാഷ കലങ്ങി. ഇപ്പം നമ്മുടെ ഹിന്ദിക്കാർ പണി, ഇപ്പം നമ്മുടെ മലയാളികളെല്ലാം TK അച്ഛ എന്നൊക്കെ പറയാൻ പഠിച്ചു. കാരണം ഹിന്ദിക്കാരുടെ കൂടെ പണിത് അവരുടെ കാരണം ഭാഷ കലങ്ങിയോണ്ട് എന്ത് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞാൻ ഹിന്ദിക്കാരും അവരും കൂടെ പറയുന്നത് ഞാൻ കേട്ടോണ്ടായിരിക്കുന്നത്. നമ്മുടെ ആളുകൾ പച്ച മലയാളം പറയും, അവർ കിടന്ന് വിഷമിക്കുക. ഭാഷ കലങ്ങിയതിൻ്റെ ബുദ്ധിമുട്ട്. ഈ ഭാഷ കലങ്ങിയതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തോടുള്ള മത്സരം. ദൈവത്തോട് മത്സരം വരുമ്പോൾ കലക്കമുണ്ടാകും.
ഈ നാളുകളിൽ നമ്മളും ചിന്തിക്കണം, നാം ദൈവത്തോട് മത്സരിച്ചാൽ നിശ്ചയമായിട്ടും അടി കിട്ടും, ദൈവത്തോട് മറുതലിച്ചാൽ തീർച്ചയായിട്ടും അടി കിട്ടും. സ്തോത്രം, ഹല്ലേലൂയ. വായിക്കാം മോളെ 11. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷീനാർ ദേശത്തൊരു സമഭൂമി കണ്ട്. ഷീനാർ ദേശം കേട്ടോ, നിമ്രോദിന്റെ ദേശമാണ് ഷീനാർ ദേശം. അവിടെ ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്തു ചുടുക എന്ന് പറഞ്ഞു. അവർ തമ്മിൽ പറഞ്ഞൊരു കാര്യം, വരുവീൻ നാം ഇഷ്ടിക അറുത്ത് ചുടുക. എന്താ കാര്യമെന്നറിയാമോ? നോഹയുടെ കാലത്ത് പ്രളയം വന്നു. അതുകൊണ്ട് ഇനി അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി സ്വർഗത്തോളം എത്തുന്ന ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും, ആകാശത്തോളം എത്തുന്ന ഗോപുരവും എന്ന് വെച്ചാൽ സാധാരണ വെള്ളപ്പൊക്കമൊന്നും വന്നാൽ എന്ത് ചെയ്യരുത്, പോകരുത്. ഇപ്പം മുല്ലപ്പെരിയാർ ഡാം പൊട്ടുമെന്ന് പേടിച്ചിരിക്കുക. അപ്പം നമ്മുടെ ആളുകളെല്ലാം കൂടെ ചിന്തിച്ച് രാമംഗലം പഞ്ചായത്തെല്ലാം കൂടെ വലിയൊരു മതിൽ കെട്ടിയെന്ന് വെച്ചു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അതിൻ്റെ പൊക്കത്തെക്കാളെ കൂടുതലൊരു ബാമ്പ് കെട്ടുക എന്ന് വെച്ചു. അതുപോലത്തെ അർത്ഥത്തിലാണ്, അതുപോലത്തെ അർത്ഥം. അപ്പോൾ വെള്ളം പൊങ്ങി കയറിയാലും കയറാതിരിക്കാൻ വേണ്ടിയുള്ളൊരു വലിയ ഡാം വാട്ടർ പ്രൂഫൊക്കെ ചെയ്ത് നമ്മളങ്ങ് കെട്ടി ഒരു സമതലത്ത് പണിത് കഴിഞ്ഞാൽ കയറത്തില്ലല്ലോ. ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ എയർപോർട്ട് അതോറിറ്റിക്ക് തോന്നുകയാണ് അവിടെ വിട്ട് മുല്ലപ്പെരിയാർ വന്നാലും വെള്ളം കയറാതിരിക്കാൻ വേണ്ടി, ചെളിയും കയറാതിരിക്കാൻ വലിയൊരു മതിലങ്ങ് കെട്ടിയാൽ, വലിയ മതിൽ, അതിൻ്റെ മുകളിൽ പഴയ കാലത്തെ രാജാക്കന്മാരുടെ മതിൽ പോലുള്ളത്, മുകളിൽ കൂടെ വാഹനം ഓടത്തക്ക രീതിയിൽ ഡാം പോലത്തെ മതിൽ കെട്ടിയാൽ നല്ലതല്ലേ? അതുപോലൊരു ആശയമാണ് ഇവർ മുമ്പോട്ട് വെച്ചത്. വരുവീൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ, ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. നമുക്കൊരു പേരും ഉണ്ടാക്കാം. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, പേരുണ്ടാക്കാൻ പോയാൽ വലിയ പ്രശ്നമാണ് കേട്ടോ. ചിലർ പേരുണ്ടാക്കാൻ വേണ്ടി ഒത്തിരി കാര്യം ചെയ്യും. എന്ന് വെച്ചാൽ ഒന്നും ചെയ്യരുതെന്നല്ല, ഹൃദയത്തിൻ്റെ നിഗളത്തിൽ നിന്നുള്ള പേര്. സ്തോത്രം, ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മളിപ്പോൾ പറയാൻ പോയാൽ ഇപ്പം നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒത്തിരി കാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ആത്മീയമായ കാര്യവും ചെയ്യുന്നുണ്ട്, ഭൗതികമായ കാര്യത്തിലും ഒക്കെ ചെയ്യുന്നുണ്ട്. പേരിന് വേണ്ടി പല കാര്യം ചെയ്യുന്നുണ്ട്. സ്തോത്രം. പക്ഷെ കർത്താവിന് അത് ഇഷ്ടമല്ല കേട്ടോ സത്യത്തിൽ. ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ആത്മീയ നേതൃത്വവും ഇതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. പേരിന് വേണ്ടി എന്ത് ചെയ്താലും, ഹല്ലേലൂയ, നമ്മൾ ഈ പ്രസംഗം പേരിന് വേണ്ടിയല്ല ടെലികാസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത് കേൾക്കാൻ വേണ്ടിയാണ്. ഇന്നലെ വൈകിട്ട് ഞാൻ ബാബാക്കട വഴി പോകുമ്പോൾ ഒരു വീട്ടിൻ്റെ അതിൽ നിർത്തി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പാസ്റ്ററുടെ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഇത്രയും കഷ്ടപ്പെടുന്നതുകൊണ്ട് അവർ പറഞ്ഞു പാസ്റ്ററുടെ പ്രസംഗം അങ്ങനെ വന്നില്ലേലും ഒന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന്. ദൈവവചനം കേൾക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമായത്. ഇത് പേരിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. സ്തോത്രം. ചില ആളുകൾ പേരിന് വേണ്ടി പലതും ചെയ്യുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. പേരുണ്ടാക്കുക എന്ന് പറയുന്നത് ദൈവവചനപ്രകാരം തെറ്റായ കാര്യമാണ്. അടുത്ത് നമുക്കൊരു പേരും ഉണ്ടാക്കാം. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു, അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നു. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അപ്പൊ ദൈവത്തിനെതിരായിട്ട് ദൈവത്തിന് മനസ്സിലായത്, ദൈവത്തിനെതിരായി മത്സരിക്കുക, ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. അതിനകത്തൊരു ആലോചനയുണ്ട്. മനുഷ്യനൊരു കാര്യത്തിന് മനസ്സ് വെച്ചാൽ അവനത് ചെയ്യാൻ പറ്റും. അവനതിനു വേണ്ടി ശ്രമിച്ചാൽ സ്തോത്രം ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് കമ്പനികളൊക്കെ ഉണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനികൾ സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ശ്രദ്ധിക്കണേ. സ്തോത്രം. പറയുമ്പോൾ ഒന്നും തോന്നരുത്. ചൈനക്കാർ റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. റോബോട്ടെന്ന് വെച്ചാൽ നല്ല സുന്ദരി പെണ്ണുങ്ങളെ, അവരെ ആ റോബോട്ട് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സുന്ദരി പെണ്ണ് തന്നെയാണ്. അവരെന്ത് വേണേലും ചെയ്യും. നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, ഭക്ഷണം സെർവ് ചെയ്യും. നമ്മുടെ കാല് തിരുമണമെന്ന് പറഞ്ഞാൽ കാല് തിരുമും, എല്ലാം തിരും. കണക്ഷൻ തീർന്നാൽ അത് ചത്തുപോകും കേട്ടോ. കറണ്ട് പോയാൽ പോവും, അല്ലെങ്കിൽ അതിൻ്റെ കണക്ഷൻ കഴിഞ്ഞാൽ പോവും. സത്യത്തിൽ പെണ്ണ് തന്നെ. അതിനകത്തെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ, പെണ്ണിന് നമ്മളെപ്പോലെ ഈ പെണ്ണിനെ വിയർപ്പ് നാറുകയല്ല. ഈ പെണ്ണിന് നാടൻ ഭാഷ പറഞ്ഞാൽ ടോയ്ലറ്റിലും പോകണ്ട,
ബാത്റൂമിലും പോകണ്ട, ഒരു കാര്യവുമില്ല. ഞാൻ അതൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം മനുഷ്യൻ നിരൂപിക്കുന്ന കാര്യങ്ങൾ, ഇനിയിപ്പം ഭാര്യമാരെ പോരാണെങ്കിൽ അതിനുവേണ്ടി അവരെ ഭാര്യമാരായി വെക്കാനും ഭർത്താക്കന്മാരായ റോബോട്ടുകളെ സ്ത്രീകൾ പത്രപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ഉണ്ടാക്കുന്ന കാലം വരും. കാലം അധികം വിദൂരമല്ല. കാരണം മനുഷ്യൻ വിചാരിക്കുന്നത് അവന് ചെയ്യാൻ പറ്റും. സ്റ്റാർട്ടപ്പ് കമ്പനികളെല്ലാം ഓരോ കാര്യങ്ങൾ അവർ ഗവേഷണങ്ങൾ നടത്തുകയാണ്. സ്തോത്രം. എന്തിനേറെ നമ്മുടെ പാണ്ടാലിലെ പോളൂട്ടം തന്നെ റോബോട്ട് ഉണ്ടാക്കിയില്ലേ? അത്യാവശ്യം റോബോട്ട് നമ്മുടെ കൊച്ചുങ്ങളുണ്ടാക്കി. മനസ്സിലാക്കണം, നമ്മുടെ തലമുറയിൽ സ്തോത്രം ഇത് മനുഷ്യൻ വിചാരിച്ചാൽ ചെയ്യാവുന്ന കാര്യമാണ്. അവൻ വിചാരിച്ചാൽ അവനൊത്തിരി അറിവുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുക, ഗവേഷണം നടത്തി ഇനി അതിലും വലിയതായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അതൊക്കെ ചെയ്തെന്നും പറഞ്ഞ് അവൻ്റെ പേര് ചിലപ്പോൾ നമുക്ക് പത്രത്തിൽ വരും. സ്തോത്രം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കാൻ. ഇതെല്ലാം മനുഷ്യൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് ചെയ്യാൻ പറ്റുമെന്നാണ് ദൈവം പറയുന്നത്. മനുഷ്യൻ അതൊന്നും എന്താകത്തില്ല, അസാധ്യമാകുകയില്ല. വേഗം വായിക്കാം, 1-2 കാര്യങ്ങൾ. വരുവിൻ നാം ഇറങ്ങിച്ചെന്ന്, കർത്താവ് പറയുക, വരുവീൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കേണ്ടതിന് അവരുടെ ഭാഷ കലക്കി കളക എന്ന് അരുളി ചെയ്തു. സ്തോത്രം. അവിടെ നിന്നാണ് ഭാഷ കലങ്ങിയത്. ഇന്ത്യയിൽ തന്നെ എത്ര ആയിരം ഭാഷയുണ്ട്, ഓരോ നാട്ടിലും എത്ര ആയിരം ഭാഷകളുണ്ട്. സ്തോത്രം. ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നു, ഭാഷ കലക്കി. അടുത്തത്, അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അങ്ങനെ യഹോവ അവരെ ഭൂതലത്തിൽ നിന്നെല്ലാം ചിഹ്നിച്ചു. ചിഹ്നിച്ചതിൻ്റെ കാര്യം എന്നാ? കല്ലെടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ ചുറ്റി എടുത്തോണ്ട് വരും, ചുറ്റി എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ മസാല എടുത്തോണ്ട് വരും. പിന്നെ വല്ലതും പണിയാൻ പറ്റുമോ? അവരവിടുന്ന് പിരിഞ്ഞു. കർത്താവ് ഭിന്നിപ്പിച്ചു. കർത്താവ് ഭൂതലത്തിലെല്ലാം ചിഹ്നിപ്പിക്കാനിടയായി തീർന്നു. ഇതാണ് അക്ഷരീയമായ ബാബേലിനെ കുറിച്ച് പറയുന്നത്. 1-2 കാര്യം കൂടെ പറഞ്ഞിട്ട് അടുത്ത ദിവസം അതിനെക്കുറിച്ച് ചിന്തിക്കാം. ബാബേലിൻ്റെ ന്യായവിധിയെക്കുറിച്ച് പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാമത്തെ വാക്യവും ആ വാക്യം മാത്രം വായിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ഭാഗം. ആമോസിന്റെ മകനായ യെശയ്യാവ് ബാബേലിനെ കുറിച്ച് ദർശിച്ച പ്രവാചകം, മൊട്ടക്കുന്നിന്മേൽ കൊടി ഉയർത്തുവിൻ, അവർ പ്രഭുക്കന്മാരുടെ വാതിലുകൾക്കകത്ത് ദൈവം ന്യായം വിധിക്കാൻ പോവുക. സ്തോത്രം. അവർ മൊട്ടക്കുന്നിന്റെ അനുഭവത്തിലേക്ക് വരാം. 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവിൻ, അത് സർവശക്തങ്കിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. സ്തോത്രം. ദൈവത്തെങ്കിൽ നിന്ന് അത് വരാൻ പോകുക. സ്തോത്രം. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-1 6 മുതലുള്ള വാക്യങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യവും 6 മുതലുള്ള വാക്യങ്ങൾ. അത് സർവശക്തങ്ങളിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും, സകല ഹൃദയവും ഉരുകിപ്പോകും, അവർ ഭ്രമിച്ചു പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ അവർ വേദനപ്പെടും, അവർ അന്യോന്യം തുറിച്ചു നോക്കും, അവരുടെ മുഖം ജ്വലിച്ചിരിക്കും. ദേശത്തെ ശൂന്യമാക്കുവാനും പാപികളെ അതിൽ നിന്ന് മുടിച്ചു കളയാനും. ന്യായവിധിയെ കുറിച്ച് പറയുന്ന കാര്യം 19 മുതൽ 22 വരെ കൂടെ വായിച്ചങ്ങ് അവസാനിപ്പിച്ചേ. രാജികളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരവുമായ ബാബേൽ, രാജികളുടെ മഹത്വവും കൽദയരുടെ പ്രശംസാലങ്കാരമായ ബാബേൽ ദൈവം സോദോമിനെയും ഗൊമോറയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും. അതിൽ ഒരു നാളും കുടിപ്പാർപ്പുണ്ടാകുകയില്ല. തലമുറ തലമുറയോളം അതിലാരും വസിക്കുകയുമില്ല. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകളിൽ മൂങ്ങാ നിറയും. ഒട്ടക പക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. വാക്യമൊക്കെ കേട്ടാല് ഒന്ന് ആലോചിച്ച് നോക്കി. ചിലരുടെ വീടുകൾ ഇതുപോലെ എന്തോ മൂങ്ങാ നിറയും, മരുമൃഗങ്ങൾ കിടക്കും, പിന്നെ ഭൂതങ്ങൾ എന്ത് ചെയ്യുമെന്ന് അവിടെ നൃത്തം ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുസ്തകത്തിൽ എഴുതിയേക്കുന്ന കാര്യമാണ്. ചിലത്തൊക്കെ സംഭവിക്കുന്ന ഇതാ, ഭൂതങ്ങൾ നൃത്തം ചെയ്യുക. സത്യം മനസ്സിലാകാതെ ദൈവത്തിൻ്റെ ന്യായവിധി വരുമ്പോൾ, സ്തോത്രം, ദേശത്തിൻ്റെ മേൽ ന്യായവിധി വരുന്ന അനുഭവം. ചില കുടുംബങ്ങളിൽ അങ്ങനെ ഒരു സ്വസ്ഥതയില്ല, സമാധാനമില്ല, ഐക്യതയില്ല. ഭൂതം എന്ത് ചെയ്യുക? നൃത്തം ചെയ്യുക. അടുത്തത്, അവരുടെ അരമനകളിൽ ചെന്നായ്ക്കളും അവയുടെ മനോഹര മന്ദിരങ്ങളിൽ കുറുനരികളും ഒളിയിടും.
അതിന്റെ സമയം അടുത്തിരിക്കുന്നു, അതിൻ്റെ സമയം അടുത്തിരിക്കുന്നു. അതിന്റെ കാലം ദീർഘിച്ചു പോകുകയുമില്ല. പ്രൈസ് ലോർഡ്. ബാബേലിനെ കുറിച്ച് പറയുന്ന പ്രവാചകമാണ്. പ്രിയമുള്ളവരെ, സ്തോത്രം. ഈ വേദപുസ്തകത്തിലെ കാര്യങ്ങളെല്ലാം സത്യമായ കാര്യമാണ്. നമ്മുടെ വേദപുസ്തകത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം നമ്മുടെ കർത്താവ് വരുമെന്നുള്ളതാണ്. എന്തിനാ ഈ പുസ്തകത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഓർക്കും. നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ. ലോകത്തിൻ്റെ ഗതിയും ലോകരാജ്യങ്ങളെക്കുറിച്ചുള്ള കാര്യവും ഒക്കെ നാം മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്ന. ഇനി എത്രയും താമസമിന യേശു കർത്താവ് മടങ്ങി വരും. കർത്താവിന് വേണ്ടി ഒരുങ്ങാൻ നമുക്ക് പ്രാർത്ഥിക്കാം.